ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ആരിഫ്. അപ്പം നമ്മളിന്നൊരു പുതിയ മൈൻക്രാഫ്റ്റ് ഹോണ്ടഡ് ഇതാണ് എടുത്തിട്ടുള്ളത്. പുതിയൊരു മൈൻക്രാഫ്റ്റിൻ്റെ ഹോണ്ടഡ് മാപ്പാണ് എടുത്തിട്ടുള്ളത്. അവേക്കണിങ് എന്നാണ് ഇതിൻ്റെ പേര്. നമ്മളെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, മുസമ്മിലാണ്. അത് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എത്തിയെന്ന് തോന്നുന്നു മുസമ്മിൽ. ഹലോ മുസമ്മേൽ, നമുക്ക് മുസമ്മിലിനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. പക്ഷേ സുഫിയാനെ നമുക്ക് കിട്ടിയില്ല. ഞാൻ അതിനെ കളഞ്ഞു പോയി. അടുത്ത എപ്പിസോഡിൽ നമുക്ക് സുഫിയാനെയും കൂടെ കണ്ടുപിടിച്ച് അടുത്ത വീഡിയോയിൽ സുഫിയാനെ ഉൾപ്പെടുത്തണം. നമ്മുടെ ഈ ഹിസാൻ ബ്രോ സഹായിച്ചതിനാൽ നമുക്ക് നേരെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇൻഫർമേഷനൊക്കെ നോക്കാം. ഇൻഫർമേഷൻ ആവശ്യമില്ലല്ലോ, അത് കളയട്ടെ. നിങ്ങൾ വേണമെങ്കിൽ വായിച്ചോ, നമുക്ക് വായിക്കാൻ വയ്യ. നമുക്ക് അടുത്ത റൂള് ചീറ്റ് ചെയ്യരുത്. അഡ്വഞ്ചർ മോഡിലായിരിക്കണം കളിക്കാനുള്ള. ബഗ്ഗി ആവും ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കണമെങ്കിൽ. പിന്നെ ഹെഡ്ഫോൺസൊക്കെ വെച്ച് നമ്മൾ കാപ്പരുത്. നമുക്ക് ഹെഡ്ഫോൺസ് ഒന്നും ഇല്ല. ബ്രൈറ്റ്നസ് 50 പക്ഷെ നമുക്ക് 100 നമുക്ക് കണ്ണ് ആവശ്യമില്ല. വേൾഡ് സെറ്റിങ്സ് മാറ്റിക്കൂടാ. ഹൈറ്റ് പേപ്പർ ഡോൾ ആക്കണം. 90 ഡിഗ്രി ആക്കണം FOV. പിന്നെ മ്യൂസിക് മാറ്റണം. സെറ്റ് റെൻഡർ ഡിസ്റ്റൻസ് ടു 6 ചങ്ക്. ഫാൻസി ഗ്രാഫിക്കും ചെയ്യണം. പറഞ്ഞേട്ടല്ലോ. പറഞ്ഞു കേട്ടാ. വെള്ളം കുടിക്കാൻ പോയതാണ് ഗൈസ്. നമസ്കാരം. ഇതിപ്പോൾ അത്രയാണ് ഗൈസ്. നമുക്ക് സർവൈവൽ മോഡായാലേ വെച്ചോളൂ. സർവൈവൽ മോഡ് ആയിക്കോ. ആകാം, പഠിച്ചോളൂ. അതിന് അതാ ഓക്കെ. ഇനി അതാക്കിയോ, ഇനി അഡ്വഞ്ചർ ആക്കിയോ. ആക്കാം. ഇതൊക്കെ ഒന്ന് കാണിച്ചോളൂ. ഓക്കെ ഗൈസ്, ഇതൊക്കെയാണ് തുറക്കാൻ വേണ്ടി. ഇരിക്കുകയാണ് ചെയ്യണത്. ഇത്ര നേരം ഇല്ല. ഓക്കെ വാ. ഫുഡും എല്ലാ കാര്യങ്ങളും സെറ്റ് ആയി. ബുക്ക് ഉണ്ട്, നമുക്ക് വായിക്കട്ടെ. അല്ലെങ്കിൽ നീ തന്നെ വായിച്ചോ. നിന്റെ ഫ്ലാഷ് ലൈറ്റ് കിട്ടിയാ? എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തൊക്കെ റൂയിൻസ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ബിൽഡിങ്സ്, ആരും ഇല്ലാത്ത പണ്ടത്തെ ബിൽഡിങ്സിൽ ആരാണോ എന്തോ ഈ ക്യാസിൽ ഈ കാട്ടിൻ്റെ ഇടയിൽ കൊണ്ട് ഇട്ടാൽ വേർ ദെയർ ഈസ് നോ മേജർ ട്രേഡ് റൂട്ട്, നാച്ചുറൽ ടെറൈൻ, ഇറഗുലാരിറ്റീസ് ആൻഡ് ഈവൻ എ റിവർ ഓർ ലേക്ക്. ഇവിടെ വെള്ളം പോലും ഇല്ലാത്ത സ്ഥലത്താണ് ഇവർ ഒരു കൊട്ടാരം കൊണ്ട് വെച്ചേക്കണത്. ദർ ഈസ് എ ഫീലിംഗ് ദാറ്റ് ഇറ്റ് വാസ് ബിൽഡ് നോട്ട് സോ മച്ച് ഫോർ ഡിഫെൻസ് ബട്ട് ഇൻ ഓർ. ഇതുണ്ടാക്കിയ ഇത് അങ്ങനെ ഡിഫെൻസിന് വേണ്ടിയല്ല ഇരിക്കും, മിക്കവാറും ഒളിക്കാൻ വേണ്ടിയായിരിക്കും ഈ ആൾക്കാരുണ്ടാക്കിയിട്ടേണല്ലേ. ഔട്ട് സൈഡ്. നമ്മളിൻ്റെ അടുത്ത് ഞാൻ വായിക്കാൻ പോവുകയാണ്. ഇപ്പം നമ്മൾ എത്ര പേജായി? നീ 5ാമത്തെ പേജിലാണ്. ഇതൊക്കെ നിങ്ങൾ നിർത്തി വായിച്ചോ, ഞാൻ പതുക്കെ വെച്ച് തരാം. എത്ര ഉള്ളു വേണമെങ്കിൽ എഴുതാൻ മുളകള. ഓക്കെ, നമ്മൾ കുറച്ച് ഇരിച്ചുണ്ട്. ഇനി ഈ ബുക്ക് എൻ്റെ അത് തന്നെ ചെയ്യാം. ഇനി ഞാൻ നിൻ്റെ കൂടെ ഒന്ന് ഉറങ്ങണമല്ലോ, എനിക്ക് പേടിയാവണ്. അതിന് ഉറങ്ങണോ അല്ലെങ്കിൽ നമുക്ക് പോയി നോക്കണോ? കൊട്ടാരം കണ്ട അവിടെ ചെന്ന് അങ്ങനെ തുമ്മിത്തന്ന, അല്ലെങ്കിൽ തുമ്മിത്തന്ന നമ്മൾ ചത്തവും. അതെന്തായിരുന്നു അതിൻ്റെ മണ്ടേ ആരും നിൽക്കണ പിന്നെ ഇതോ ആ ക്യാസിൻ്റെ മണ്ടയിൽ നീ ശരി എന്നല്ല ഒരു ഡ്രാക്കുള. അപ്പം നമ്മൾ എന്ത് ചെയ്യോ അടുത്ത് പോകണം. നീ അടുത്ത് പോടാ. എനിക്ക് നിനക്ക് എന്നെ അറിഞ്ഞൂടെ, പിന്നെ നീ എൻ്റെ അടുത്ത് തന്നെ പറയണമെന്നുണ്ടോ? ഞാൻ ഓടണം. വാടേ ഇങ്ങോട്ട് പോയാ ഉണ്ടേ. നീ പോ ഫസ്റ്റ്. എന്നോ അങ്ങേരി ഇങ്ങോട്ട് വാടാ. ഏയ് ഡ്രാക്കുളയാണ് എന്നാ തന്നെ പോടാ. നിന്റെ ഡ്രാക്കുള എന്നെ ഒന്നും പേടിപ്പിക്കൂല. അത് ഡ്രാക്കുള അല്ലല്ലോ. അങ്ങനെ അവിടെ തന്നെ എപ്പോഴും ഉണ്ടോ? നീ എന്നെ ഗൈസ്, ഇതൊക്കെ മുഴുവൻ കമാൻഡ് ബ്ലോക്ക് വെച്ചാണ് ഉണ്ടായിട്ടുള്ളത്. എന്താ ഇത്?
ഇത് എവിടെ നിന്ന് കയറും നമ്മൾ? ഇവിടെ ആ നീ ഓടല്ലേടാ, ഞാനും ഒരു ചെസ്റ്റ് കിട്ടി എനിക്ക്. ആരോസ് ഉണ്ട്, അതിന്റെ ബോ വേണ്ട. ആരോ എവിടെയാടാ നീ? നിന്നെ കാണാനില്ല. ഇവിടാ, നീ എവിടെ? രക്ഷിക്കണേ, എവിടെയാടാ? ഞാൻ പാവമേ. ഓക്കെ, നിന്നെ കണ്ട്. ഇതെന്തൊരു കൊട്ടാരം? ആ ഉമ്പിടിയോ കൊട്ടാര. ഇത് കൊട്ടാരമൊന്നും ഇല്ല. ഇത് എന്തുണ്ടായിരുന്നു? ഇതാണ്ടാ സുമലേ, ഞാൻ ഉറങ്ങാൻ. എവിടെയാടാ നീ? മണ്ടേലടാ, അയ്യോ, ഞാൻ ഉറങ്ങണ്ടാ. ഒന്നുമില്ല. ഇതിനകത്ത് പകുതി വാളിരിക്കണം. പകുതി വാളാ? അതിനെ ചേർത്ത് അതിനെ ചേർക്കാൻ പറ്റുമോ? നിന്റെ ക്രാഫ്റ്റിംഗ് മെനു ഒന്ന് ചേർക്കാൻ പറ്റുമോ നോക്കിയാണ്. നീ എവിടാ? അങ്ങനത്തെ സ്ഥലം ഉണ്ടായിരുന്നാ? ഞാൻ താഴെ ഇവിടെ ഫുൾ വാളിരിപ്പുണ്ട്. ഇതൊക്കെ എടുക്കാം. വാളൊക്കെ എടുക്കാം നമുക്ക്. ഞാൻ അങ്ങനെ താഴെ വരും. ചാടി വാ. ചാടി പിന്നീട് തിരിച്ചങ്ങനെ കയറി വരും. അത് കുഴപ്പമില്ല, നീ ഇറങ്ങ്. ഇവിടെ ആർമാർക്ക് ഇരിപ്പുണ്ട്. ആർമറാ? ഓ അയ്യുണ്ട്. പകുതി വാള്, ഷീൽഡ്. ഓക്കെ, നിനക്ക് ചെസ്റ്റ് പ്ലേറ്റ് തരാം ഞാൻ. വാ. വെയിറ്റ്, ഞാൻ ഷീൽഡ് കൈ വയ്ക്കട്ടെ. ഷീൽഡ് വയ്ക്കാൻ വാളും ഉണ്ട്. വാള് നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂലേ? എന്നാ നിനക്ക് വാള് തരാം. എന്നാ പിടിച്ചോ. എന്ത്? നിനക്ക് വാള് തന്നില്ലേ? എന്നാ പിടിച്ചോ. നീയൊന്നുമില്ല. ആ, കിട്ടി. എന്നാ ചെസ്റ്റ് പ്ലേറ്റ്. ഇനി ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാ? എൻ്റെ ഇല്ല, ഞാൻ കണ്ടില്ല. കണ്ടില്ലേ നീ? ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടാ? ഈ അയൺ ഡോർ എങ്ങനെ തുറക്കും? റഷ്യനിലാണല്ലോ എഴുതി കാണിക്കണ, നമുക്കിതെങ്ങനെ മനസ്സിലാവും? ആ ബെല്ല് നമുക്ക് അടിച്ചു വെക്കാം. നേരത്തെ ബെല്ല് കണ്ടില്ലല്ലോ. ഞാൻ മണ്ടേ കയറിപ്പോ. ഇതെന്തൊരു കൊട്ടാരോടെ. അങ്ങോട്ട് നമ്മളെങ്ങനെ പോവും? ഓ എനിക്കറിയാം, മാറ് മാറ്. അങ്ങനെ പറ്റൂലേ? അഡ്വഞ്ചർ മോഡല്. ചാടാ വാ. ചാടി അവിടെ എത്തോന്നാ വിചാരം? ഓ വേറെ എങ്ങനെയെങ്കിലും ഒരു വഴി നോക്കണം. നേരത്തെ നമ്മളങ്ങനെ അവിടെ പോയി. അങ്ങനെ ഇവിടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അത് ഇടിഞ്ഞു വീണ്. പണ്ടത്തെ കൊട്ടാരം ഞാൻ പറഞ്ഞില്ലേ. നീ വല്ല ഉണ്ടാ അയൺ ബ്ലോക്ക് ഉണ്ടാക്കാൻ? ബ്രിക്ക് ഉണ്ടാക്കി ഉണ്ടാക്ക്. മുസമ്മലിന്റെ ക്രാഫ്റ്റിങ്ങിന് എങ്ങനെ ബ്രിക്ക് ഉണ്ടാക്കി? പറ്റില്ല. എന്താ പറയാ, പിന്നെ എന്തിനാടാ ബ്രിക്ക് ഉണ്ടാക്കിയ? വെറുതെ വേസ്റ്റ് ചെയ്ത. എന്താ ഡിഫറെന്റ് ഇങ്ങോട്ട് ചാടിയാണോ ഒരു കാര്യം കാണിച്ചു തരാം. ഈ ബ്രെഡ് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ബ്രെഡ് വെച്ചൊന്നും ചെയ്യാൻ പറ്റൂല. കാർപ്പറ്റ് വെച്ചൊന്നും ചെയ്യാൻ പറ്റൂല. എവിടെ ചാടാൻ? ഞാൻ വന്നെടുത്ത് അതിന്റെ രക്ഷയില്ല. ഓടേ, ഞാൻ ചാടല്ല. ചാടിക്കൊടുക്ക. നീയാണെ എവിടെ ചത്തോ? അവിടെ ഇരുന്ന്. ഇവിടെ ആരാ നിക്കുന്നു? ഇവിടെ എന്ത് സ്ഥലമുണ്ട്? ഇങ്ങോട്ട് ഓടി ഓടി ഓടിയോ? അല്ല ഈ വഴി. നീ പോയിക്കോ. ഒരുമിച്ച് പോവാ. ഇതിന് ടോർച്ചൊന്നും വേണ്ട. എന്തിനി? ജോണാ തുറന്നപ്പോ ഏതോ ഒരു കൊട്ടാരത്തിൽ. ഇതാണ് അപ്പൊ കൊട്ടാരം. ബ്ലൈൻഡ്നെസ്സും കിട്ടി. അപ്പൊ ഞാൻ ടോർച്ച് എടുക്കട്ടാ? ടോർച്ച് എടുത്തോ. നിന്റെ കയ്യിൽ ടോർച്ചില്ല? പോയാ ടോർച്ച്? അല്ല നിന്റെ ഇതല്ലേ ലാൻഡേ പിടിക്കുമ്പോൾ നിനക്ക് വെട്ടം കിട്ടിയേനെ. നീ കിട്ടണ? അല്ല, നീ ലാൻഡേ പിടിച്ചോണ്ട് നടക്കാൻ വെട്ടം കിട്ടിയേനെ. നീ കിട്ടണ? അപ്പൊ ഇവിടെ ഇതിന്റെ അകത്ത് ഇത് ഓണാണ് കേട്ടോ. മറ്റേ ഇതുണ്ടല്ല. വാടേ, എനിക്ക് പേടിയാവുണ്ടേ. എന്റെ ടോർച്ച് ഇങ്ങോട്ട് വാ. നീ എൻ്റെ കൂടെ വാ. ഇപ്പൊ ലൈറ്റ് കാണണ? ഓ കാണുന്നുണ്ട്. ആ മുസമ്മലിന്റെ പിറകെ നമുക്ക് പതുക്കങ്ങ് പോവാലോ. അയ്യോ,
കുടുങ്ങി കേട്ടാ. ഇതിന്റെ മുകളിൽ നോക്കി ആരാ വാള ഓ ഇവിടെയായിരുന്നു നമ്മൾ നിന്നാ. ഇവിടെ കയറി എന്ത് അടച്ചു കൂട്ടിയിരിക്കുക, അതാണ് നല്ലത്. ലൈറ്റും ഇല്ലാത്ത സ്ഥലം തന്നെ. ഒരു വെട്ട ഭയങ്കര ഇരുട്ട്. സുഫിയാനുണ്ടെങ്കിൽ സഹായിച്ചല്ലേ, അവനെ നമുക്ക് ഫ്രണ്ടിൽ വെച്ചന. ഇവിടെ ഈ വഴിയാ. ഓക്കെ പതുക്കെ മുസ്ലിം ഓർക്കേണ്ടി പോകാൻ നല്ല വഴിയൊക്കെ നല്ല പരിചയമുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ മാമൻ്റെ അളിയൻ്റെ മോൻ്റെ കൊട്ടാരമായിരുന്നു. അപ്പം അങ്ങേര് കാരണമാണ് ഇവിടെ തുമ്മലൊക്കെ ഉണ്ടായത്. തുറന്ന് ഇങ്ങടാ ഈ ടോർച്ചൊക്കെ എന്താ വെട്ടയില്ലാത്ത ടോർച്ചാടേ. അറിഞ്ഞൂടല്ലോ. ഓക്കെ ഓക്കെ ഇവിടെ വല്ല ഉണ്ടാ ഉണ്ടെങ്കിൽ എടുക്ക്. ബ്ലഡ് അങ്ങനല്ലോ ബ്ലഡ്. റെഡ് സ്റ്റോൺ. അയ്യോ റെഡ് സ്റ്റോൺ ആണല്ലോ കഴിച്ചത്. ബ്ലഡ് ഒന്നുമില്ലല്ലോ. എന്താ ബ്ലഡ് ഇങ്ങനെ അവന്മാരെ വില്ലേജെല്ലാം ഒഴിച്ചു വെച്ചിട്ടുണ്ടോ? അവന്മാരെ കൈ കീറി ഒഴിച്ച് കഴിച്ച് മുസ്ലിമിനെ ഇല്ലാത്തൊരു സാധനം ഇല്ല എന്നാണ്. അല്ലെങ്കിൽ ഒന്നിനും എല്ലാം തിരക്കുന്നുണ്ടല്ലേ. എല്ലാം തുറന്നാ ഈ സൈഡും കൂടെ ഉണ്ട്. ഇല്ല 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 ഒരു സാധനം ഇല്ല. ഒന്നുമില്ല. നിങ്ങളിത് മുമ്പ് കളിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്ന് നമ്മൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ മാപ്പ് കളിച്ചിട്ടില്ലാത്തവർക്ക് മൈൻഡ് മാപ്സ് എന്ന് പറഞ്ഞാൽ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. അതിന് 9.6 MB മാത്രമേ ഉള്ളൂ. 9.6 MB അല്ല, അതിനെക്കാട്ടി ഉണ്ട്. പക്ഷേ അതിൽ കുറേ മാപ്സൊക്കെ കിട്ടും. അത് തന്നെ ഇതിൻ്റെ അകത്ത് ആരെങ്കിലും ഉണ്ടോ? ലിവർ ആൻഡ് പിടിച്ച് കിട്ടും. ആ മണ്ടയിൽ നിന്ന് ആരെങ്കിലും സ്റ്റാച്ചു മറ്റാണോ അത് നമ്മൾ വെറുതെ മേടിച്ചതാണോ? ഷീൽഡ് പിടിച്ച് ക്രൗച്ച് ചാർച്ച് ചാടി പോവാം. പോട്ടെ നമ്മളെ ചുറ്റും ലൈറ്റ് ഉണ്ട് കേട്ടോ. ലാൻഡേൺ ഇല്ലാതെ ലൈറ്റ് ഉണ്ട് അല്ലേ? ഇവിടെ ഒന്നും ഇല്ലടേ. നമ്മൾ നടക്കണ അനുസരിച്ച് വെട്ടം കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് എൻ്റെ പേര്. ഇവിടെ തുറന്നതാ ബാബുവാ. അല്ല നീ ഫ്രണ്ടിൽ പോ പ്ലീസ്. പോടാ. നോപ്പ്. ഞാൻ അങ്ങനെ അടിയോടും. അടിച്ചാണ് കാണട്ട്. എനിക്കൊരു ഉങ്ങയില്ല, അല്ലെങ്കിൽ അടിച്ചന. അവിടെ ആരെ എന്തോ കാണാക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരുമിച്ച് കിടക്കാം. 3 2 1 ടാൻ 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 ടാൻ. ഞാൻ പറയാണ്ട് ക്രൗച്ച് ചെയ്ത് നടന്നു മുസ്ലിമില്. പേടിച്ചോയി. നീ ആറാ എന്റെ മനസ്സിലായി. ഇത് മുമ്പ് ആരോ അടിയോടാൻ വന്ന അവന്മാരെയൊക്കെ സ്റ്റാച്ചു ആക്കി കാണല്ലേ. ഇരുട്ടത്ത് നടക്കോടെ ഈ സാധനം. ഇരുട്ടത്ത് നടക്കണം തോന്നണം കേട്ടാ. ഇരുട്ടത്ത് പെട്ടെന്ന് സ്പീഡ് കിട്ടി. ഭയങ്കര സ്പീഡ് കിട്ടിയല്ലോ നമുക്ക്. നിന്നെ കാണാക്കില്ലല്ലോ. ഞാൻ ഇവിടെ ഉണ്ടാ. ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യണം? വാഗ്വാ ഫിറ്റ് എന്ന് കാണിച്ചതാണ്. ഞാൻ ഒരു സാധനം കണ്ടില്ലല്ലോ. ഇതാ ഇവിടെ കയറാൻ പറ്റും. നീ പോടാ ഫ്രണ്ടില്. മണ്ടേ കയറണം. ഇവിടെ ഒരു ഡോറുണ്ട്. ഇത് ഫ്രണ്ടിൽ പോയാക്കും. ഞാൻ നേരത്തെ ഫ്രണ്ടിൽ ഒരു ബുക്ക്. പിന്നെ റീഡ് വായിച്ചോ? എന്തൊരു ബുക്കാണല്ലോ. അതിന്റെ നീ തന്നെ വായിച്ചു നോക്ക്. നല്ല ഇൻട്രസ്റ്റിംഗ് ബുക്കാണ്. എനിക്കറിയാം എന്തിനാണ് ഉള്ളതെന്ന് എനിക്കറിയാം. അങ്ങനെന്ന് എനിക്കറിയാം. നീ എൻ്റെ കയ്യിൽ നിന്ന് നോക്കിയല്ലേ? കാണിച്ചോട് വ്യൂവർസിനല്ലേ. ഓക്കെ ഗായ്സ്, നമുക്ക് ഈ ബുക്ക് മുസ്ലിം പറഞ്ഞ പോലെ തന്നെ
കാണിക്കാവുന്നതാണ്. കാരണം ഇതിൻ്റെ ഒരു തേങ്ങയുമില്ല. അങ്ങനെ ഈ ബുക്ക് നമ്മൾ കഴിച്ച് വെച്ചിട്ട് ഈ ആൾ നമ്മളിതേപോലെ സ്റ്റാച്ചു ആയി പോകും തോമാനെ പോലെ. ഇവിടെ ആരാ ബെഡ്? ഇവിടെ റീസ്പോൺ ചെയ്തത്. അപ്പോൾ രാവിലെ അങ്ങോട്ട് രക്ഷപ്പെട്ട് നമ്മൾ എത്ര ഉറങ്ങിയാലും രാവിലെ ആലോ ഇനിയും കിടന്നുറങ്ങാം. 48 മണിക്കൂർ കിടന്നുറങ്ങി. ഒന്നും കൂടെ കിടന്നുറങ്ങാം. എന്താണോ എന്തോ കിടന്നുറങ്ങണല്ലേ? ഈ പുറത്തിറങ്ങാൻ ഇത്തിരി കൂടെ പേടിയായിരിക്കും കിടന്നുറങ്ങാൻ. 72 മണിക്കൂർ എനിക്ക് അനങ്ങാൻ പറ്റില്ലടാ. എനിക്കും. ഏയ് ഉറങ്ങണം കൂടെ. ഞാൻ ഇറങ്ങി. ഞാനോ ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടാ? ഫോൺ സെറ്റ് ചെയ്യാൻ കൊള്ളാൻ നോക്കണേ. താഴെ ഇറങ്ങ. പെണ്ണിന്റെ ഫ്രണ്ടിൽ ഞാനും കണ്ട് അങ്ങേരെ എന്റെ വെളിയിലങ്ങിരിക്കണം. പേടിച്ചോ എന്റെ പൊന്നെ. ഏറ്റവും ഞാൻ പേടിച്ചത് എന്റെ പൊന്നെ. വെള്ളം തായിരിക്കണേ. ഇത് കുടിക്കാനോ നോക്കലല്ലേ ക്ലീൻ വെള്ളം. പിന്നെ നമുക്കെന്തിന് നെഞ്ചൊക്കെ കിടന്ന് ഇടിക്കണു. നിന്റെ ഫ്രണ്ടിൽ പോകാൻ പറയുന്നായിരുന്നു. പക്ഷെ ഞാൻ ചേച്ചി താഴെ ഒന്നും കാണൂലെന്ന്. നീ ഇതിനകത്തോടെ എങ്ങനെ ഇറങ്ങും? ഇറുക്കി അടിച്ചോക്കണ അടിച്ചോട. ഇതെങ്ങനെ ഇറങ്ങി? ഇവിടെ നമ്മൾ കളിച്ചല്ലേ ഏറ്റവും പേടിപ്പെടുന്ന മാപ്പ് ഇതാണെന്ന് തോന്നല്ലേ. ഇവിടെ ബുക്ക് കിട്ടിയടാ. ബുക്ക് എവിടെ? നീ എന്റെ വ്യൂവേഴ്സിനെ കാണിച്ചോട്. ദ ബുക്ക് ബിഹൈൻഡ് ദി ബോട്ടിൽ എന്ന് പറഞ്ഞ്. ഓക്കെ ഇത് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ഗായ്സ്, ഇത് നിങ്ങൾ തന്നെ വായിക്കുക. അല്ലെങ്കിൽ നമുക്ക് മുസമിനെ കൊണ്ട് വായിപ്പിക്കാം. ഇതിന് അപ്പുറത്തോടെ മറിക്കണം. എങ്ങനെയാണ് എന്തോ അവിടെ ഒരു ചെസ്റ്റ് ഇതാ ഇവിടെ. ഓ പിക്കാക്സ്. ഓക്കെ ഇത്രയുള്ള കാര്യം നിങ്ങൾ വായിച്ചെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി മൈൻ ചെയ്ത് ഇറങ്ങിയാലോ? ചെയ്യാക്കൂലേ? ഒബ്സിഡിയൻ വെച്ചുണ്ടാക്കിയ ഡോറാ അത് വിട്. ഇവിടെ ഇത് അഡ്വഞ്ചർ മോഡാണ്, അത് ഓർക്കണം നീ. ഇതത് കേജ് ആണെന്നാണ് തോന്നുന്നത് കേട്ടോ. തോന്നണല്ല, കേജാണ്. എന്നെ പേടിപ്പിച്ച് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. ഡോറ് കിട്ടിയടാ എൻ്റെ കയ്യിൽ. പൊട്ടിച്ചാ ഇങ്ങോട്ടാ ഒരു പിക്കാക്സ് കിട്ടിയടാ. ഓക്കെ നീ വാ. നീ ആ പിക്കാക്സ് തരണം. ഇനി അത് വ്യൂവേഴ്സിന് കാണിച്ചു കൊടുക്കണമായിരിക്കും അല്ലേ? വെള്ളം ഓൾഡ് വൈനും കുടിക്കാം. അതിൻ്റെ അതെന്നാ ഇത് ആദ്യം തന്നെ തുറന്ന സ്ഥലത്തൊക്കെ വന്ന് നോക്കടാ. ഇവിടെ കയറിയത് അതിൻ്റെ അകത്ത് കയറില്ല, കുടുങ്ങിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. പൊട്ടിക്കാൻ പറ്റുമല്ലോ എങ്കിൽ എനിക്ക് നോക്കാം. നീ ഒട്ടിക്കാൻ പറ്റില്ല. കുറെ പോട്ടിരിക്കുന്നു. ഇതിലൊരു പേപ്പറുണ്ട്. അത് നമുക്ക് മനസ്സിലായിരുന്നു. നമ്മൾ നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി. ആകാശ് ഇതിൻ്റെ അകത്ത് ഒരു പേപ്പർ പോകണം. പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞ് അങ്ങനെ മരിച്ചു. ബ്ലഡ് ഹി സക്സ് ഇറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ അവൻ ബ്ലഡ് ഉറിഞ്ചെടുക്കുന്നു. നമ്മുടെ ബ്ലഡ് ഉറിഞ്ചാ ഒട്ടും ടേസ്റ്റ് ആണ്. ഇതെന്തരടേ ഇതൊക്കെയാണ്? ഇത് വാവലത്തെ സാധനം. കീ ഹോളാണ്. അത് കീ ആറ്റതാ മറ്റോ കീ ഹോൾ. എപ്പോഴും ഉറങ്ങിക്കൊണ്ട് പെടാപാട് പെടുക്കും. അയ്യോ പെടുക്കുമ്പോഴാണ് നമ്മൾ കിടന്നുറങ്ങണം. അത് വെച്ച് അത് നോക്കിയാണ് ബോള് അതേപോലെ തോന്നുന്നു. നീ വെച്ചോക്കെ ഒന്ന്. ബോളൊന്നും പറ്റൂല. നീ കീയാണോ? ശബ്ദം ഞാൻ കേട്ടായിരുന്നല്ലോ. ഈ തുറന്നാണ്.
എവിടെയാ ഞാൻ ഇത്തിരി കൂടെ ശ്രദ്ധിച്ചു നോക്കണം കേട്ടാ. ഈ ആ ബെഡിൻ്റെ അടി വല്ലതും കാണാമെങ്കിൽ കാണണമെങ്കിൽ അത് പോയി ഇടുക. എങ്ങനെ എടുക്കണം? ബെഡെന്ന് നീ ആയിരുന്ന എന്താ നീ അവിടെ എൻ്റെ സ്കിന്ന് കണ്ടിച്ച് നിനക്ക് പേടിയാമോ? ഇറങ്ങി വരും ആ പാനം. അതാണ് ഇങ്ങനത്തെ നമ്മൾ സൂക്ഷിക്കണം അല്ലേ. ഇവിടെ ഒരു സാധനം എന്നാ അപ്പുറത്തായിരിക്കും. അവിടെ അപ്പുറത്തൊരു സൈഡുണ്ട്. ബാ ഇവിടെ കുരിശിന്റെ സിമ്പിൾ കാണിക്കണ്ടാ നോക്ക്. കുരിശിന്റെ സിമ്പിൾ അല്ല, ക്രോസാണ്. അല്ലാതെ അന്തേല് ഇവിടെ തുറന്നിരിക്കണേ. ഇവിടെ ഇരിക്കും. വാട്ടർ ബോട്ടിൽ നോ എഫക്റ്റ്. പോണി ഇതിൻ്റെ അടി കൂടെ എന്താ വഴിയുണ്ട് കേട്ടോ. ഇങ്ങോട്ട് ആവശ്യമല്ലേ, ഇതിൻ്റെ അടി കൂടെ എന്താ വഴിയുണ്ട്. ഞാൻ അതെ ബ്ലഡ് ഉള്ള സ്ഥലത്തെത്തി. ബ്രോക്കൺ ക്രോസ് ഒരു ബുക്ക്. ഓക്കെ, ഈ ബുക്ക് കാണിച്ചു ഇത്. എന്നാ അവരെന്നെ വായിച്ച് അവരെന്നെ തപ്പിയെടുക്കും. അല്ലെങ്കിൽ അവർ വായിക്കാൻ അറിഞ്ഞുണ്ടെങ്കിൽ നീ തന്നെ വായിച്ചു കൊടുക്ക്. അയ്യോ ഞാൻ പിന്നെ ഫാനല്ലേ ഇടാവുന്ന എൻ്റെ ഫാനല്ലേ. ഇത് വായിക്കാൻ ഒരു മണിക്കൂറാവും കഴിച്ചു. അതുകൊണ്ട് നിങ്ങൾ തന്നെ വായിച്ചോ അല്ലേ? യെസ് ഗൈസ്, നമുക്ക് വായിക്കാൻ സമയമുണ്ട്. നമുക്ക് കുറച്ച് ഇവിടെ രക്ഷപ്പെടണം. രക്ഷപ്പെട്ടിട്ടൊക്കെ വായിക്കാം അല്ലേ. ഇപ്പം നമ്മൾ അവനും ഉണ്ട്, അവൻ്റെ ബ്ലഡ് കൂടിയുണ്ട്. നമ്മൾ ചക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യാനല്ലേ. അത് തന്നെ ഗൈസ്, നമുക്ക് ശീലമാവണ്ട. അയ്യോ ഇനി ബ്രോക്കൺ ക്രോസ് കിട്ടിയത് ഒരു പേപ്പറും കിട്ടി. അത് നോട്ട് വിത്ത് പ്രേയേഴ്സ് എന്ന് പറയുമ്പോൾ അത് വെച്ച് എങ്ങനെയെങ്കിലും അവനെ കൊല്ലാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടാ. എറിഞ്ഞാ നിൻ്റെ കയ്യിലിരിക്കട്ടെ. ഞാൻ ചാവണമെങ്കിലും നീ ചാവൂലല്ലോ. നമുക്ക് ഇതുവരെ മറ്റേ കീ ഹോൾ കിട്ടിയില്ലല്ലേ. കീ കിട്ടിയില്ലല്ലോ കീ ഹോളിന് വേണ്ടി. ഈ ബ്രോക്കൺ ക്രോസ് വെച്ച് ചെയ്യാൻ പറ്റുമായിരിക്കും. വാ അതുപോലെ എൻ്റെ പിക്ക് പോക്കറ്റിങ് അറിയാമോ നോക്കട്ടെ. എൻ്റെ പിക്ക് പോക്കറ്റിങ് പറഞ്ഞില്ല. അതൊന്നും വെച്ച് തിരിക്കാൻ പറ്റൂലേ. ഇവിടെ തുറന്നല്ലോ. ഇത് നമ്മളെ സ്ഥലം. ഇവിടെ വല്ല ഇവിടെ ഒരു ബുക്കുണ്ട്. ഇന്ന് ഞാൻ വെച്ചത് മറ്റേ ഇവിടെ വേറെ വല്ലതും ഉണ്ട്. ഒന്നും കൂടെ എനിക്കെന്താ കട്ടി പോലത്തെ സാധനം. ഇങ്ങനെ ആകാൻ പറ്റില്ല. ഇനി പേടിയാവണേ. എൻ്റെ കൂടെ കളിക്കണാടാ. ഹോളി വാട്ടർ വെള്ളമുണ്ടല്ലോ. വെള്ളം എടുത്ത് വെച്ചോ. അതെടുത്ത് വയ്ക്കണല്ലേ. അവൻ്റെ വണ്ട എറിയണം. ആ വെള്ളം ഇങ്ങനെ നോക്കി തരാം. ഇതിൻ്റെ അകത്ത് ഹോളി വാട്ടർ ആയിരുന്നു കേട്ടോ. ഓക്കെ, അത് നമുക്ക് അവൻ്റെ മണ്ടയിൽ കൂടെ എറിയണം. ആ സ്പോട്ടിൽ തന്നെ എറിഞ്ഞോ. വേറെ എവിടെ എറിഞ്ഞോളാം. എടാ എന്നാ ഞാൻ എനിക്ക് തരാം. ഓക്കെ, നിന്നെ എനിക്ക് ആ പ്രേതം ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞാൽ അന്ന് എൻ്റെ ബാക്കി തരും. ഞാൻ കൈ പിടിച്ചേക്കാം. അപ്പോൾ ഒന്നും ചെയ്യൂല. ഇത് വേണ്ട കൈ പിടിച്ചാലും ഇവിടെ ഉണ്ടായിരുക്കാ. ഇല്ല ബ്രോ, എൻ്റെ മോളിൽ എന്തെങ്കിലും. അയ്യോ എറിഞ്ഞ് യെസ്, അവൻ ബാറ്റായി മാറി. ഒരു കീട്ടി വാ ഗായ്സ്. അങ്ങനെ നമ്മളാ യെസ്, അങ്ങനെ നമ്മൾ അവനെ എറിഞ്ഞിട്ടുണ്ട് ഗായ്സ്. അവൻ ഞാൻ അങ്ങനെ നമ്മൾ രക്ഷപ്പെടാൻ തുടങ്ങുന്നുണ്ട്. മാറി ഏത് പഠിക്കാൻ നോക്കൂല. ഇങ്ങോട്ടാ വേറെ ഒരു ഡോർ ഉണ്ടായിരുന്നു. അവിടെ പോയില്ലേ നമ്മള്. പരമാവധി പൊട്ടിക്കണം. നീ പറഞ്ഞ നന്നായി, അല്ലെങ്കിൽ അത് ഓർക്കയില്ലായിരുന്നു. പൊടിക്കട്ടാ. ഇവിടെ പൊടിക്കാൻ പറ്റൂലേ. കുറച്ച് നേരം എടുക്കും. അയൺ ഡോറല്ലേ പറയുമ്പോൾ ശരി തന്നെ. ഡേ മാറടേ.
സമയം കളയാൻ കുറേ ലോങ് വീഡിയോ ആവാൻ ചാൻസ് കൂടുതലാണ് ഗൈസ്. നിങ്ങളൊന്ന് സഹകരിക്കുക. അപ്പൊ ഈ ബ്രോക്കൺ ക്രോസ് ആയിരിക്കണം പിന്നീട് ഉപയോഗിക്കാനുള്ള. ആ അതൊരു കുരിശാണ്. അത് നീ എടുത്തോ, ഇനി ഭയങ്കര പേടിയാണ്. ബ്രോക്കണ്ട് കുരിശ് വെച്ചായിരിക്കും ചിലപ്പോൾ രക്ഷപ്പെടേണ്ടത്. എന്താ പൊന്നോ, നീ എന്ത് ആ സമയത്ത് അവിടെ കിടന്നു? അതാണ് ഞാൻ ആലോചിക്കുന്നത്. മണ്ടേ കൂടെ പോകാൻ പറ്റൂലെന്ന് ആ വഴിയല്ലേ പോണ, വെറുതെ അഴിയുക. ഞാൻ അവിടെ വല്ലതും കാണുമെന്ന്. ഇനി ഹോളി വാട്ടർ ഒന്നും കയ്യിലില്ല. തുറന്നല്ലോ, കയ്യച്ചിനാന്ന് തുറന്നല്ലോ. ആഹാ, കൺഗ്രാജുലേഷൻ, ബെറ്റർ എൻഡിങ്. അങ്ങനെ നമ്മള് രക്ഷപ്പെടുന്നുണ്ട്. പിന്നെ വീണ്ടും ഉണ്ട് ടു വ്യൂ ദ മാപ്പ് റിസൈൻ വിത്ത് ദ മെയിൻ അഡ്മിൻ. അതെന്തിനാണ് സംഭവിച്ചു? അവിടെ പൊട്ടിച്ചിട്ട് അതിൻ്റെ ഇറങ്ങണം. പ്രത്യേകിച്ചൊന്നും ഇല്ല, ഒരു ഫ്ലാറ്റ് ഏരിയ ആണ് ഇത്. പിന്നെ കുറേ റെസ്റ്റോൺ. നമ്മൾ ക്രിയേറ്റീവ് മോഡ് അയച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ ഈ മാപ്പ് ഒന്ന് ചുറ്റി കാണിച്ചു തരാം നിങ്ങൾക്ക്. നല്ലൊരു മാപ്പായിരുന്നു ഗൈസ്. നമ്മൾ ഏറ്റവും നന്നായിട്ട് ഈ നമ്മൾ എത്ര മാപ്പ് വീഡിയോ അടിച്ചിട്ടുണ്ടോ? 3 മാപ്പിൽ ഏറ്റവും കൂടുതൽ പേടി തോന്നി ഇതാണ്. പിന്നെ നല്ല വലിയൊരു മാപ്പ് യൂട്യൂബിൽ ഇട്ടിട്ടുള്ളൂ. പാർട്ട് 2. എവിടെ ഡ്രാക്കുള? ഓ, ഞാൻ കണ്ടു ഡ്രാക്കുളേന് തല കുത്തിക്കണവൻ. ഓക്കെ ഗായ്സ്, വാമസമല്ലേ ഒരു ഔട്ടർ എടുക്കാം. വാ, നമുക്ക് ഇതിനെ ഫ്രണ്ടിലോട്ട് പോവാം. ഇത് ഇവിടെ നമ്മൾ ടെന്റിന്റെ അടുത്താ. ഓക്കെ, സോ ഗായ്സ്, നമ്മളങ്ങനെ ഇതിൽ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട്. നമ്മുടെ സുഫിയാൻ ഇല്ലാത്തതിൽ നല്ല വിഷമവുമുണ്ട്. അപ്പോൾ ഗായ്സ്, ഇനി ഇതേപോലുള്ള കൂടുതൽ ഹൊറർ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം സ്റ്റേ ട്യൂൺ. അപ്പം ബൈ.